ട്രംപ് ഭയന്ന് വിറച്ചു. പുടിനും കിമ്മും വിറപ്പിച്ചു. രണ്ട് ആണവ ശക്തികൾ കൈകോർക്കുന്ന ഈ അത്യപൂർവ നിമിഷത്തിൽ യഥാർത്ഥ പ്രഹരം കിട്ടിയത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെയും ഉത്തര കൊറിയയെയും അങ്ങ് ഇല്ലാതാക്കാൻ നോക്കിയതാണ് അവർ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയാറില്ലേ? നിങ്ങൾ എന്ത് നടക്കരുത് എന്ന് ആഗ്രഹിച്ചു, അത് തന്നെയാണ് ഇപ്പോൾ ഭൗമരാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നെഞ്ചത്ത് റീത്ത് വെക്കാൻ തന്നെയാണ് പുടിന്റെയും കിമ്മിന്റെയും തീരുമാനം. പുടിനും കിമ്മും അണിയറയിൽ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലോകരാഷ്ട്രീയം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആധിപത്യത്തെയും വാഷിംഗ്ടണിന്റെ ഭീഷണികളെയും പാടി തള്ളിക്കളഞ്ഞുകൊണ്ട് രണ്ട് പ്രബല ശക്തികൾ ഒന്നിച്ച് അണിനിരക്കുന്ന കാഴ്ച. റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ വളരുന്ന അസാധാരണമായ ബന്ധം ലോകരാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെ ആകെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ശീതയുദ്ധകാലത്തിന് ശേഷം അന്താരാഷ്ട്ര വേദിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും തമ്മിൽ കൈകോർക്കൽ വെറും ഒരു നയതന്ത്ര സന്ദർശനമല്ല, മറിച്ച് അത് അമേരിക്കയുടെ നെഞ്ചിലേക്ക് നേരിട്ട് നീളുന്ന അതിശക്തമായ വെല്ലുവിളി തന്നെ. പാശ്ചാത്യ ലോകത്തിന്റെ അനാവശ്യ ഉപരോധങ്ങളെയും വിലക്കുകളെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് രണ്ട് ആണവ ശക്തികൾ ഒന്നായി നിൽക്കുമ്പോൾ വാഷിംഗ്ടണിന്റെ ഉറക്കം കെടുകയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇത് കേവലം ആയുധ സഹകരണം മാത്രമല്ല, വൈറ്റ് ഹൗസിന്റെ ഏകധ്രുവ ലോകക്രമത്തിന് ചാർത്തിക്കൊടുത്ത വലിയൊരു ചരമഗീതം തന്നെ. അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഈ ബന്ധത്തിന്റെ ആഴവും വേഗതയും നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സഹകരണം കൂടുതൽ ശക്തിപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾ റഷ്യയെ തളർത്തുമെന്ന് അമേരിക്ക വെറുതെ മോഹിച്ചു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യക്ക് തുണയായി ഉത്തര കൊറിയയാണ് രംഗത്തെത്തുന്നത്. കോടിക്കണക്കിന് ആർട്ടിലറി ഷെല്ലുകളും ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചത്. പകരം റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൽകിയത് വർഷങ്ങളായി ഉത്തര കൊറിയ ആഗ്രഹിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യകളും. ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ, സബ്മറൈൻ സാങ്കേതിക വിദ്യ, ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ റഷ്യ യാതൊരു മടിയുമില്ലാതെ ഉത്തര കൊറിയയ്ക്ക് കൈമാറുകയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പരസ്പര പ്രതിരോധ കരാർ ഈ അച്ചുതണ്ടിന് കൂടുതൽ കരുത്തു നൽകിയെന്ന കാര്യത്തിലും സംശയമൊട്ടുമില്ല. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റേ രാജ്യം സൈനികമായി സഹായിക്കുമെന്നതാണ് ഇതിലെ പ്രധാന വ്യവസ്ഥ പോലും. അതായത് ഉത്തര കൊറിയയ്ക്ക് നേരെ അമേരിക്കയോ ദക്ഷിണ കൊറിയയോ വിരൽ ചൂണ്ടിയാൽ റഷ്യൻ സൈന്യം അവിടെ നേരിട്ട് ഇറങ്ങേണ്ടതായി വരും. അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് മേൽ വീണ ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ് ഇത് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാവുന്നതാണ്. റഷ്യയും ഉത്തര കൊറിയയും കൈകോർക്കുന്നു. മറുഭാഗത്ത് ട്രംപിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും വരുന്നു. കിം ജോങ് ഉൻ പുതിയ പ്ലാനുകളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ പ്രവാസികളെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. അതുകൊണ്ട് അധ്വാനിക്കുന്ന പണം മുഴുവൻ അപ്പോൾ തന്നെ തീർക്കാതെ ഭാവിക്ക് വേണ്ടി കുറച്ച് മാറ്റിവെക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാറ്റിവെക്കുന്ന സമയത്ത് ആ പണത്തിന്റെ ഒരു ഭാഗം വിദേശ കറൻസികളിലും മാറ്റിവെച്ചാൽ വളരെ നല്ലതാണ്. മൊത്തം ഇന്ത്യൻ രൂപയിൽ മാറ്റിവെച്ചാൽ ഇപ്പോൾ അറിയാലോ ഇന്ത്യൻ രൂപ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം. അപ്പോ അങ്ങനെ സമ്പാദിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും ഡോളറിലേക്ക് മാറ്റിവെക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഗിഫ്റ്റ് സിറ്റി വഴി അത് ചെയ്യാനുള്ള നല്ലൊരു അവസരം ഇപ്പോൾ വന്നത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാ പ്രവാസികൾക്കും ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആക്സിസ് മാക്സ് ലൈഫിന്റെ ഗ്ലോബൽ ഇന്നോവേഷൻ ലീഡർ ഫണ്ട് NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സെമി കണ്ടക്ടേഴ്സ് മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളിലാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇതിൽ ഏത് മേഖലയാണോ കൂടുതൽ പെർഫോം ചെയ്യുന്നത് ആ മേഖലയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പോവുക, അതും US ഡോളറിൽ. മാസം നിക്ഷേപിക്കുന്ന പണത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവറും കിട്ടും. ഇവിടെ NAV 10 ആണ്. ഇവിടെ അലോക്കേഷൻ ചാർജ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് പോലെയുള്ള അനാവശ്യ ചാർജസ് ഒന്നുമില്ല. ഈ ഫണ്ടിന്റെ അണ്ടർലൈനിങ് ETF കഴിഞ്ഞ 10 വർഷത്തിൽ 25.4%, 7 വർഷത്തിൽ 26.1%മാണ് റിട്ടേൺ നൽകിയിട്ടുള്ളത്. അപ്പോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇത് വളരെ നല്ലൊരു അവസരം തന്നെയാണ്. നിക്ഷേപിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് പരിശോധിച്ചാൽ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനം എടുക്കാവുന്നതാണ്. പിന്നെ ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 19 ആണ്. ഇനി 2 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. തിരികെ വരികയാണെങ്കിൽ ലോക രാഷ്ട്രീയത്തിന്റെ പഴയ ചരിത്രം പരിശോധിച്ചാൽ റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ ഇത്രയും അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ശക്തമായിട്ട് പിന്തുണയുണ്ട്.
ഉക്രൈൻ യുദ്ധഭൂമിയിൽ പാശ്ചാത്യ ആയുധങ്ങളെ തകർത്തെറിയാൻ റഷ്യക്ക് വൻതോതിൽ വെടിയുണ്ടകൾ വേണം. ലോകത്തിലെ ഏറ്റവും വിപുലമായ ആയുധ ഉൽപാദന ശേഷിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തര കൊറിയ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ദശാബ്ദങ്ങളായി പടുത്തുയർത്തിയ ആയുധ ശേഖരം റഷ്യക്ക് നൽകി ഉത്തര കൊറിയ വാഷിംഗ്ടണിനെ കാര്യമായിട്ട് ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ഉപരോധങ്ങൾ കൊണ്ട് ഉത്തര കൊറിയയെ പട്ടിണിക്കിടാമെന്ന് വിചാരിച്ച പാശ്ചാത്യ ശക്തികൾക്ക് തിരിച്ചടിയും ലഭിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണയും ധാന്യങ്ങളും അത്യാവശ്യ സാധനങ്ങളും ഉത്തര കൊറിയയിലേക്ക് തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ നൽകുന്ന സാമ്പത്തിക സൈനിക കരുത്ത് ഉത്തര കൊറിയയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഉപരോധങ്ങൾ കൊണ്ട് ആരെയും പൂട്ടാൻ കഴിയില്ലെന്ന് റഷ്യയും ഉത്തര കൊറിയയും ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ശക്തി പ്രകടനം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ഭയം നിസ്സാരമല്ല കേട്ടോ. അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ തന്നെയാണ്. ദക്ഷിണ കൊറിയയും ജപ്പാനെയും സംരക്ഷിക്കാൻ ഏതു നേരവും ഓടിയെത്തുന്ന അമേരിക്ക ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ ശേഷിയും അതുപോലെ തന്നെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അതിവേഗം വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മിസൈലുകൾക്ക് അമേരിക്കൻ വൻകരയെ നേരിട്ട് ആക്രമിക്കാനും സാധിക്കും. വൈറ്റ് ഹൌസിന് നേരെ ഉത്തര കൊറിയയുടെ മിസൈലുകൾ ലക്ഷ്യം വെക്കുമ്പോൾ അമേരിക്കയുടെ ആഗോള മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുമ്പ് ഉത്തര കൊറിയ സൈനിക പരീക്ഷണം നടത്തുമ്പോൾ ഉപരോധം ഏർപ്പെടുത്തി തളർത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയും ചൈനയും അന്ന് ഉപരോധങ്ങളെ എതിർത്തിരുന്നില്ല. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. റഷ്യ പരസ്യമായി ഉത്തര കൊറിയയ്ക്ക് കാവൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഉത്തര കൊറിയക്കെതിരെയുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ പുതിയ ഉപരോധങ്ങളും റഷ്യ ഓരോന്നായിട്ട് തടയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്കൻ നീക്കങ്ങളെ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് തന്നെ റഷ്യ വെട്ടിനിരത്തുന്നു. രണ്ടാമതായി പറയാനുള്ളത് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും തിരിച്ചടികൾ നേരിടുന്ന അമേരിക്കൻ വിദേശ നയത്തിന് ഇന്തോ പസഫിക്കിലെ ഈ പുതിയ പടപ്പുറപ്പാട് കനത്ത ആഘാതമാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യമാണ്. ഒരേ സമയം പല സ്ഥലങ്ങളിൽ സൈനിക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കില്ല. ഉപരോധ തന്ത്രങ്ങൾ പൂർണ്ണമായും തകർന്നതോടെ ഉത്തര കൊറിയ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ഓരോ ചലനവും വലിയ ഭീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയുടെ നിലപാടും ഇവിടെ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാകുന്നുണ്ട്. ചൈനയുടെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. റഷ്യയും ഉത്തര കൊറിയയും കൈകോർക്കുമ്പോൾ ചൈന അതിന് പരോക്ഷ പിന്തുണ നൽകുന്നുണ്ട്. അമേരിക്കയുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കുമ്പോൾ ഒരു പുതിയ പാശ്ചാത്യ വിരുദ്ധ ചേരിയാണ് ലോകത്ത് ആധിപത്യം ഉറപ്പിക്കുന്നത്. അമേരിക്ക കെട്ടിപ്പടുത്ത സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറവുമാണ്. അമേരിക്ക എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുവോ അത്രത്തോളം ഈ രാജ്യങ്ങൾ കൂടുതൽ അടുത്തേക്കാണ് വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ശക്തമായ സൈനിക കൂട്ടുകെട്ടിനാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയുടെ അധീനതയിലുള്ള ലോകക്രമം അവസാനിക്കുകയാണെന്ന കാര്യമാണ് കൃത്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് വിലയിരുത്തേണ്ടത്. റഷ്യൻ വ്യോമസേനയുടെ സഹായത്തോടെ ഉത്തര കൊറിയൻ പൈലറ്റുമാർ മികച്ച പരിശീലനം നേടുന്നുണ്ട്. ഉത്തര കൊറിയൻ തൊഴിലാളികൾ റഷ്യൻ വ്യവസായ മേഖലകളിൽ ജോലി ചെയ്ത് വൻതോതിൽ വിദേശ നാണ്യവും സ്വന്തമാക്കുന്നു. ഈ പണം മുഴുവൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ കരുത്ത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യവും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് ഇന്ന് കൃത്യമായിട്ട് അറിയാം. കൂടാതെ സമുദ്ര അതിർത്തികളിൽ റഷ്യയും ഉത്തര കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലനങ്ങൾ അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. ആധുനിക മുങ്ങിക്കപ്പലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പസഫിക് സമുദ്രത്തിൽ അവർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് പോയിട്ട് സ്വന്തം സഖ്യരാജ്യങ്ങൾക്ക് പോലും സംരക്ഷണം നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക കൂപ്പുകുത്തുകയാണ് എന്ന യാഥാർത്ഥ്യവും ഇവിടെയുണ്ട്. ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ റഷ്യയും ഉത്തര കൊറിയയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ലോക സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കാമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മോഹം ഇതോടുകൂടി തകർന്നു വീഴുന്നു. അമേരിക്കൻ സാമ്പത്തിക ഭീഷണികളെയും ഉപരോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പുതിയ സാമ്പത്തിക അച്ചുതണ്ടാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലും ഏഷ്യയിലും ഒരുപോലെ തോൽവി സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇന്ന് വാഷിംഗ്ടൺ. റഷ്യയെ ഒറ്റപ്പെടുത്താൻ നോക്കിയ അമേരിക്കയ്ക്ക് ലഭിച്ചത് ഉത്തര കൊറിയയുടെ രൂപത്തിൽ റഷ്യക്ക് ലഭിച്ച ഉറച്ച പിന്തുണ തന്നെയാണ്. ഉത്തര കൊറിയയെ തളർത്താൻ നോക്കിയപ്പോൾ റഷ്യൻ സാങ്കേതിക വിദ്യ എന്ന പുതിയ കരുത്ത് ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചു. അമേരിക്കയുടെ തെറ്റായ തന്ത്രങ്ങൾ തന്നെയാണ് ഈ രണ്ട് വിപ്ലവ ശക്തികളെയും ഒന്നിച്ചു നിർത്തിയത് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ അമേരിക്കയ്ക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ റഷ്യ ഉത്തര കൊറിയൻ കൂട്ടുകെട്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് എന്ന് സാരം. പാശ്ചാത്യ ലോകത്തിന്റെ ഭീഷണികളെ പ്രതിരോധിക്കാൻ രൂപം കൊണ്ട ഈ വിപ്ലവ സഹകരണം അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. വാഷിംഗ്ടണിന് ഇതൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയുടെ തുടക്കം മാത്രമാണ്. അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്ക് നീളുന്ന ഈ പുതിയ മാറ്റം ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കൻ യുഗത്തിന് അന്ത്യം കുറിക്കുമെന്ന കാര്യവും ഉറപ്പായിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുടിനും കിമ്മും ചേർന്ന് ലോക രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക.
അപ്പൊ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന ആക്സിസ് മാക്സ് ലൈഫിന്റെ ഗ്ലോബൽ ഇന്നൊവേഷൻ ലീഡേഴ്സ് ഫണ്ട് NFOയെ കുറിച്ച് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിക്ഷേപിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എന്നാലും അവസരം വന്നത് അറിയാതെ പോകരുതല്ലോ. പിന്നെ ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 19 ഇനി 2 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.